ഡോക്ടർ വിളിച്ചിരുന്നു. മോളുടെ ടെസ്റ്റ് റിപ്പോർട്ട് എല്ലാം കിട്ടി. സർജറിയുടെ കാര്യത്തിൽ മാറ്റമൊന്നുമില്ലാന്ന്. ഡോക്ടർ ഒരു മരുന്നിന്റെ പേര് അയച്ചു തരും. അത് ഇന്നു മുതൽ രാത്രി ഓരോ മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് കൊടുക്കണമെന്ന്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെക്കപ്പിന് വീണ്ടും ചെല്ലാൻ പറഞ്ഞു. ഞാൻ ആലോചിക്കുന്ന അതല്ല, രാത്രിയും എങ്ങനെ ഈ മരുന്ന് കൊടുക്കുന്നത്? അങ്ങനെ കൊടുത്താൽ ആതിര ഇതറിയില്ലേ? മരുന്നിനെ കുറിച്ച് അവൾ അറിഞ്ഞാൽ നമ്മൾ അവളിൽ നിന്ന് മറയ്ക്കുന്നൊക്കെ അവൾ അറിയും. ആലോചിച്ചിട്ടാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കുഞ്ഞിനെ അർച്ചനയുടെ അടുത്തെത്തിച്ചാ പോരെ? മതി. മോളെ രാത്രി എത്തിക്കാൻ പറ്റിയ മരുന്ന് ഞാൻ തന്നെ കൊടുത്തോളാം. എഴുത്തി ഓരോ മണിക്കൂർ ഇടവിട്ടെന്നൊക്കെ പറയുമ്പോ എഴുത്തി അത്രയും റിസ്ക് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ആതിരയോട് എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഞാനും അവളെ കൊടുത്തോളാം. ഉറക്കമല്ലല്ലോ സന്ദീപ എനിക്കിപ്പോ വലുത്. അല്ലെങ്കിൽ തന്നെ ഇന്ന് രാത്രി മുതൽ എങ്ങനെയാ ഞാൻ സമാധാനത്തോടെ ഉറങ്ങുന്നേ? കുഞ്ഞിനെ രാത്രി എന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റും. രാത്രി ആതിരയുടെ അടുത്ത് നിന്ന് കുഞ്ഞിനെ അർച്ചനയുടെ കയ്യിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ ഏറ്റുന്നേ. ഭാര്യയും ഭർത്താവും ആകുമ്പോ അങ്ങനെയൊക്കെ വേണമല്ലോ. ഇനി ഞാൻ ചോദിക്കാൻ വന്ന കാര്യം ചോദിക്കാം. ആ സന്ധ്യ എന്തിനാ ധനുഷിനെ ജാമ്യത്തിലെടുക്കാൻ നടക്കുന്നത്? അവളും ധനുഷും തമ്മിൽ എന്താ ബന്ധം? നേരത്തെ കണ്ടപ്പോ നേരിട്ട് ചോദിച്ചൂടായിരുന്നു? എന്റെ കൂട്ടുകാരിയല്ലേ? അല്ലെങ്കിൽ വിളിച്ചു നോക്കി. കൂട്ടൊക്കെ ഇപ്പോ ഇവിടെയല്ലേ? മാറി നിന്നുള്ള സംസാരവും രഹസ്യം പറച്ചിലും ഒക്കെ നിങ്ങളോടല്ലേ ഇപ്പോ? ദേവന്തികെ, നീ നിന്റെ കാര്യം നോക്കിക്കോ. അതെ, ഈ മുറിക്ക് പുറത്ത് നിങ്ങൾ എന്റെ ഭർത്താവാ. ഭർത്താവില്ലാത്ത അവളുമായി മാറി നിന്ന് സംസാരിക്കുമ്പോ അത് എന്നെ കൂടെ ബാധിക്കും. ഭാവിയില് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിനക്ക് ഇനി എന്തോന്ന് ഭാവി? ആരുടെയെങ്കിലും കൈ കൊണ്ട് നീ ചാവും. അത് തന്നെയാണ് നിന്റെ ഭാവി. അതെന്റെ കൈ കൊണ്ടാവരുതേ എന്ന് നീ പ്രാർത്ഥിച്ചോ. സന്ധ്യയും ഞാനും മാറി ഇന്ന് സംസാരിച്ചതിനേക്കാൾ നാണക്കേടാത്. സന്ധ്യ എന്നോടൊരു കാര്യം പറഞ്ഞു. ഞാനത് ചെയ്തു കൊടുക്കാന്നും പറഞ്ഞു. അത്രമാത്രം നീ പറഞ്ഞാ മതി. അങ്ങനെ സന്ധ്യ എന്ത് പറഞ്ഞാലും നിങ്ങളത് ചെയ്തു കൊടുക്കോ? ചെയ്തു കൊടുക്കോന്ന്? അതെ, ചെയ്തു കൊടുക്കും. പറയുന്നത് മാത്രമല്ല, പറയാത്തതും കൂടെ ചെയ്തു കൊടുത്തു വരും. അത് നിന്നോട് പറയേണ്ട കാര്യമില്ല. അറിയാൻ നീ ഒട്ട് ശ്രമിക്കുകയും വേണ്ട. അവളുടെ ജീവിതത്തിൽ എന്നേക്കാ സ്ഥാനം നിങ്ങൾക്കുണ്ടോന്നാ എനിക്കറിയേണ്ടത്. അതിന് സന്ധ്യയുടെ ജീവിതത്തിൽ നിനക്കെന്ത് സ്ഥാനമാണ് ഉള്ളത്? അവളെ കൊല്ലാൻ നോക്കിയ നിന്നേക്കാൾ സ്ഥാനം ഈ എനിക്കുണ്ട്. നിങ്ങൾക്കും അങ്ങനാണോ? ഞാനാണോ അവളാണോ നിങ്ങൾക്ക് വലുത്? സന്ധ്യ തന്നെ. അതിന് നിനക്കൊരു സംശയവും വേണ്ട. നിന്നെയും ഒരു കാണ്ടാമൃഗത്തിനെയും ഒരുമിച്ച് പിടിച്ചു നിർത്തി ചോദിച്ചാലും ഞാൻ കാണ്ടാമൃഗമെന്നേ പറയൂ. കാരണം തൊലിക്കട്ടി നിന്റെ അത്ര പോലും അതിനില്ല. നിനക്ക് സ്നേഹം കൂടിയപ്പോഴേ എനിക്കറിയായിരുന്നു സന്ധ്യ എന്തിനാ ധനുഷിന് ജാമ്യം എടുക്കാൻ പോകുന്നെന്നുള്ള കാര്യം നിനക്ക് പറയണമെന്ന്. അത് നിന്നോട് പറയാൻ എനിക്കിപ്പോ മനസ്സില്ല. പിന്നെ ഞങ്ങൾ മാറി നിന്ന് സംസാരിച്ചത് അതെന്താന്ന് വൈകാതെ നീ അറിയും. രാവിലെ തന്നെ കുലസ്ത്രീ കളിക്കാൻ അറിയിക്കുന്നു. ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ? എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞെട്ടണ്ട,
ഇത്രക്ക് ഞെട്ടാൻ വേണ്ടി മാത്രം ഇവിടെ ഒന്നുമില്ല. ഞാൻ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ജീവനോടെ ഉണ്ടല്ലോ എന്ന് ഓർത്ത് വേണം നിങ്ങൾ ഞെട്ടാൻ. എനിക്ക് നിങ്ങളായിട്ട് ഉണ്ടാക്കി തന്ന ഈ അവസ്ഥയില് എനിക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നേ കെട്ടി തൂങ്ങിയേനെ. ദേ ഇതില്ലായിരുന്നെങ്കിൽ അത് ചിലപ്പോ സംഭവിച്ചാന്. നിങ്ങൾ എന്നെ ഒരു വിധത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുവാണല്ലേ? ശല്യം. സ്നേഹ ഇങ്ങതാ. സച്ചേട്ടാ ഇതാരാ? സച്ചേട്ടാ വീട് സ്നേഹ ഇങ്ങത്തോ. എന്തൊക്കെയാ കാണിക്കുന്നേ? എന്താ ചെയ്യുന്നത്? വല്ല ബോധമുണ്ടോ നിനക്ക്? എന്തു വീട് നോക്ക്, കണ്ടോ? എന്ത് കണ്ടോന്ന്? അങ്ങനെ എന്തെങ്കിലും കണ്ടാ തന്നെ ഈ വീട്ടിലെ ഓരോരുത്തരും അതിന് കാരണക്കാര്. മോളെ സ്നേഹ, നീ എന്ത് ഭ്രാന്തൊക്കെ കാണിക്കുന്നേ? അതെ, സ്നേഹിക്ക് ഭ്രാന്ത. അതിന് ഏറ്റവും വലിയ കാരണക്കാരി ദേ ഈ നിൽക്കുന്ന എന്റെ ഏട്ടത്തിയ. എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ എന്റെ നന്ദേട്ടനും ഈ നിൽക്കുന്ന എന്റെ അച്ഛനും കൂടെ വിവാഹം കഴിപ്പിച്ചു തരാന്ന് തീരുമാനിച്ചപ്പോ മുതൽ തുടങ്ങിയതാ ഇവർക്ക് ഈ അസുഖം.